ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ എടുക്കുകയാണെന്ന സംഘപരിവാർ പ്രചാരണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയുണ്ടായി. ക്ഷേത്രങ്ങളിലെ പണം സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ലെന്നും അത്തരത്തിലുള്ള പ്രചാരണം ശുദ്ധ നുണയാണെന്നും മുഖ്യമന്ത്രി ശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു. മക്രേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പരാമർശം നടത്തിയത്. കഴിഞ്ഞ 9 വർഷം എടുത്തു നോക്കിയാൽ 600 കോടിയോളം രൂപ വീതം ദേവസ്വങ്ങൾക്കും അവിടങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികൾക്കുമായി സംസ്ഥാന സർക്കാർ ലഭ്യമാക്കി കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 145 കോടി, കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി, മലബാർ ദേവസ്വം ബോർഡിന് 252 കോടി, ശബരിമല മാസ്റ്റർ പ്ലാനിന് 84 കോടി, ശബരിമല ഇടത്താവളത്തിന് 116 കോടി, ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 20 കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചിരുന്നത്. മലബാർ ദേവസ്വം ജീവനക്കാരുടെ ശമ്പളത്തിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം 25 കോടി രൂപയായിരുന്നു പ്രധാനമായിട്ടും വകയിരുത്തിയിരുന്നത്. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികൾ, കോലധാരികൾ തുടങ്ങിയവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ ഗുണഫലങ്ങൾ 2000ഓളം പേർക്കാണ് കൂടുതലും ലഭ്യമാകുന്നത്. ഈ സാമ്പത്തിക വർഷം അതിനായി 5.25 കോടി രൂപയായിരുന്നു കൂടുതലും വകയിരുത്തിയിരുന്നത്. സംസ്ഥാന സർക്കാർ ക്ഷേത്രങ്ങൾക്ക് വകയിരുത്തിയിരുന്ന ചെലവുകളിൽ ചിലത് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, വസ്തുതകൾ മനസ്സിലാക്കുന്നതിനാണ് ഇത്തരം കണക്കുകൾ അവതരിപ്പിച്ചതും. കൂടാതെ സംസ്ഥാന സർക്കാർ ക്ഷേത്രങ്ങളെ പണം എടുക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാടിന്റെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കുന്നതിനും സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിനും കഴിയുന്നവയാണ് യഥാർത്ഥത്തിൽ ആരാധനാലയങ്ങൾ എന്നത്. നാടിന്റെ പൊതുസ്വത്തായ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി ശക്തമായി തന്നെ വെളിപ്പെടുത്തി. ക്ഷേത്രങ്ങളുടെ സ്വത്ത് എടുക്കുന്നില്ലെന്ന് നേരത്തെ സർക്കാർ നിയമസഭയിൽ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു.